നമസ്കാരം. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 2019 വീണ്ടും എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഭാരതീയരിൽ ഭൂരിഭാഗം പേർക്കും കൃത്യമായ ഉത്തരമുണ്ട്. അഴിമതിരഹിതമായ വികസനത്തിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ ഭരണം. അതുമാത്രമല്ല, രണ്ടാം മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും അടിച്ചമർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതി, ലോകത്തിൻ്റെ മുന്നിൽ ഈ രാഷ്ട്രത്തെ വിശ്വഗുരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയായിക്കോട്ടെ, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക മേഖലയായിക്കോട്ടെ, ഈ രാജ്യത്തിൻ്റെ മനുഷ്യവിഭവശേഷിയായിക്കോട്ടെ, ഇതിനെയെല്ലാം ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെപ്പോലും താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് കരുതലാകുന്ന അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പദ്ധതികൾ, ഇതെല്ലാം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ വേറിട്ട് നിർത്തുന്നതും 2019 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതും 2024 അത്യധികം റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം തിരഞ്ഞെടുക്കാൻ പോകുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും ചിലരെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതായത് നരേന്ദ്രമോദി എന്തു ചെയ്തു, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഇങ്ങനെ ജനങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? നരേന്ദ്രമോദി ഇന്ത്യയിൽ വർഗീയത പടർത്തിക്കൊണ്ട് അതിലൂടെ തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുന്ന വ്യക്തിയാണ്. നരേന്ദ്രമോദി ശ്രീരാമക്ഷേത്രം പണിതു എന്നതൊക്കെ, പക്ഷേ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കായി എന്തു ചെയ്തു എന്ന് ഇപ്പോഴും ചില രാഷ്ട്രീയ സാക്ഷരതയില്ലാത്തവർ ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇതിൽ ഒരു ഉദാഹരണം മാത്രമാണ്, നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. കാരണം കുടിവെള്ളം പോലെ മനുഷ്യൻ്റെ അടിസ്ഥാനമായ ആവശ്യം മറ്റെന്താണുള്ളത്? അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണ നേട്ടം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചിത്രം 2019 ഇന്ത്യയിലെ ടാപ്പ് വാട്ടർ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ്. ടാപ്പ് വാട്ടർ കണക്ടിവിറ്റിയെ നീല നിറം കൊണ്ടാണ് ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും കടുത്ത നീല നിറമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വീടുകളിൽ ആ ഭാഗങ്ങളിൽ ടാപ്പ് വാട്ടർ കണക്ടിവിറ്റി ഉണ്ട്. അതായത് കുടിവെള്ളം പൈപ്പിലൂടെ, ടാപ്പിലൂടെ വീടുകളിൽ എത്തിക്കുന്നു. 2019 ഗുജറാത്താണ് മുൻപന്തിയിൽ എന്ന് നമുക്ക് കാണാം. പക്ഷേ മറ്റ് സ്ഥലങ്ങളുടെ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു അവലോകനം ഈ മാപ്പിൽ നിന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ലഭ്യമാണ്. ഇതിനേക്കാൾ ഉപരിയായി അടുത്ത ഒരു ചിത്രം, അതായത് ഈ ചിത്രം കൂടി കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വിവരം, അല്ലെങ്കിൽ കുടിവെള്ള കണക്ടിവിറ്റി എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ വ്യക്തമാവുകയാണ്. നീല നിറം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭാരതം മുഴുവൻ. അതിൽ ഓരോ സംസ്ഥാനത്തും 2019 2024 ഗ്രാഫ് പരിശോധിച്ചാൽ എത്രമാത്രം നേട്ടമുണ്ടായി എന്ന് നമുക്ക് പരിശോധിക്കാനാകും. എന്തുകൊണ്ടാണ് 2014 വരെ അധികാരത്തിലിരുന്ന സർക്കാർ ജനങ്ങളുടെ ഏറ്റവും ജീവൽ പ്രശ്നമായ, ഏറ്റവും അടിസ്ഥാന ജീവൽ പ്രശ്നമായ കുടിവെള്ള പദ്ധതിയെ എന്തുകൊണ്ടാണ് അവർ ഗൗനിക്കാതിരുന്നത്, ഗൗരവമായി എടുക്കാതിരുന്നത് എന്ന ചോദ്യം ഭാരതീയരുടെ മനസ്സിൽ, ഓരോ വോട്ടർമാരുടെയും മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും. എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്നതിൻ്റെ ഉത്തരവും അതുതന്നെയാണ്. 2014 ശേഷം കേവലം 10 കൊല്ലം കൊണ്ട്, ഒരുപക്ഷെ 2019 ഗ്രാഫാണ് നമ്മൾ ആദ്യം കണ്ടത്, പക്ഷേ 2019 ജൽജീവൻ മിഷൻ എന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. അത് തീർച്ചയായും രാജ്യത്തെ ടാപ്പ് വഴിയുള്ള കണക്ടിവിറ്റി, അല്ലെങ്കിൽ കുടിവെള്ള കണക്ടിവിറ്റിയിലെ അപാകതകൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അപാകതകൾ കണ്ടറിഞ്ഞുകൊണ്ടാണ് 2019 നരേന്ദ്രമോദി സർക്കാർ ഈ ജൽജീവൻ മിഷൻ കൊണ്ടുവന്നത്. ജൽജീവൻ മിഷൻ വന്ന് 5 വർഷത്തിനുള്ളിൽ ഈ വലിയ രാജ്യത്തുണ്ടായ മാറ്റമാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഓരോ വികസന പദ്ധതിയും തുടങ്ങി വച്ചു കഴിഞ്ഞാൽ അത് ഏറെ കാലതാമസം വേണ്ടി വരുന്നുണ്ട് മുൻകാല സർക്കാരുകൾ ഉള്ളപ്പോൾ. എന്തുകൊണ്ട് ഈ കാലതാമസം എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അതിനുത്തരം, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതികളുടെ ഫലപ്രാപ്തി അത് കണ്ടു തുടങ്ങാൻ സമയമെടുക്കും എന്നൊക്കെയായിരുന്നു പണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കേവലം 5 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടായ മാറ്റത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ഈ 2 ഗ്രാഫുകളിലൂടെയും വ്യക്തമാണ്. അതിൽ ഗുജറാത്തിനെയും കേരളത്തെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നത് നന്നായിരിക്കും. പക്ഷേ
ഈ 98% ഇപ്പോൾ ഓരോ വീടുകളിലും ടാപ്പ് അല്ലെങ്കിൽ ടാപ്പുകൾ ഉള്ള വീടുകൾ എന്നത്. ഈ രാജ്യത്തെ 98% വീടുകളും ടാപ്പ് കണക്ടിവിറ്റി ഉള്ള വീടുകളായി മാറിയിരിക്കുന്നു. ഈ ഭരണ നേട്ടമുണ്ടായിരിക്കുന്നത് കേവലം 5 വർഷം കൊണ്ട് മാത്രമാണ്. തീർച്ചയായും ഈ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരക്കുന്നുണ്ട്. ഈ വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നെഹ്റുജി ഇതൊക്കെ ചെയ്തിരുന്നു, പക്ഷേ നെഹ്റുജി ഇതൊന്നും മാപ്പാക്കിയിരുന്നില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല 2014 ശേഷമാണ് പൈപ്പ് കണ്ടുപിടിച്ചതെന്നും 2014 മുന്നേ കണ്ടുപിടിച്ചു വരുന്നുവെങ്കിൽ നെഹ്റുജി ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്നും ഒക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ജനം എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ മുറുകെ പിടിക്കുന്നു, നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആഗ്രഹിക്കുന്നു, ഓരോ തിരഞ്ഞെടുപ്പുകളും എന്തുകൊണ്ട് BJP വിജയിക്കുന്നു, MLA-മാരും MP-മാരും രാഷ്ട്രീയ നേതാക്കളും എല്ലാം BJP-യെ തേടി എന്തിനു പോകുന്നു എന്നതിൻ്റെ ഉത്തരവുമെല്ലാം ഇതാണ്. കാരണം കുടിവെള്ളത്തെപ്പോലെ അടിസ്ഥാനമായ മറ്റൊരു ഘടകം നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ക്ഷേത്രം നിർമ്മിക്കുക മാത്രമല്ല, രാജ്യം മുഴുവൻ ഇത്രയും വലിയൊരു അടിസ്ഥാനപരമായ ഗുണപരമായ മാറ്റം വരുത്തി തീർത്തിരിക്കുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. വൈദ്യുതി മേഖലയിലും ഗ്യാസിലും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലുമെല്ലാം മോദി വരുത്തിയ മാറ്റങ്ങൾ അത് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കാലമാണ് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.